الذي لم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നാം ഓരോരുത്തരും സന്തോഷവും സമാധാനവും ഏറെ ആഗ്രഹിക്കുന്ന, നമ്മുടെ കുടുംബസമേതം ഒരുമിച്ച് കഴിയുന്ന, ദുനിയാവിലെ സൗഭാഗ്യങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വീട് എന്നത് നിലകൊള്ളുന്നത്, നല്ല രീതിയിൽ നിലനിൽക്കുന്നത്, അതിന്റെ തറ ഭദ്രമായതുകൊണ്ടാണ്, കെട്ടുറപ്പുള്ളതുകൊണ്ടാണ്. ആ വീടിന്റെ തറ പൊളിയുന്ന രൂപത്തിൽ അതിന് വിള്ളലും വിഘാതവും വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മിൽ നിന്നോ നമ്മളുമായി ബന്ധപ്പെട്ടവരിൽ നിന്നോ ഉണ്ടാവുക എന്നത് ഒരിക്കലും നാം ഇഷ്ടപ്പെടുന്നില്ല. അത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുകയില്ല, അതിനൊരിക്കലും അനുമതി നൽകുകയില്ല. കാരണം അത് വലിയ സുരക്ഷിതത്വം ഉറപ്പ് നൽകുന്ന ഒരു കാര്യമായിട്ടാണ് നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. നല്ല മധുരമുള്ള ഫലം ധാരാളമായി നൽകുന്ന, പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു മരം, നല്ല തടിയുണ്ട്, നല്ല വണ്ണമുള്ള കൊമ്പുകൾ അതിനുണ്ട്. ഒരു തവണ തിന്നുകഴിഞ്ഞാൽ ഇനിയും ലഭിക്കണം എന്ന ആഗ്രഹം നമുക്കുണ്ടാകും വിധം ധാരാളം ഫലങ്ങൾ ആ മരം നൽകുന്നു. അതിന്റെ വേരുകൾ മണ്ണിൽ ആണ്ടുപോയിട്ടുണ്ട്, ഉറച്ചു നിൽക്കുകയാണ്. ആ വേരുകളെ നിർവീര്യമാക്കാൻ, നിർജീവമാക്കാൻ രഹസ്യമായോ പരസ്യമായോ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ പരിശ്രമിക്കുന്നതിനെ ഒരു നിലക്കും നാം ആരും അനുകൂലിക്കുകയില്ല. അത്തരം സമീപനങ്ങളെ തടയുന്നവരായി
അതിനോട് പ്രതികരിക്കുന്നവരായി വിവേകമുള്ളവർ എവിടെയും എപ്പോഴും ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, വളരെ ലളിതമായ 2 ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചത് വിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറയാണ്, മുഴുവൻ നന്മകളുടെയും അടിസ്ഥാനമാണ് തൗഹീദ് എന്നുള്ളത്. അല്ലാഹുവിന്റെ ഏകത്വം എല്ലാ നിലക്കും എല്ലാ അർത്ഥത്തിലും അടിമകളായ നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിൽ ഉറപ്പിക്കാനും സാധിക്കുക എന്നതാണ് നമ്മുടെ വിജയത്തിന്റെ നിദാനമായി, ശാശ്വത സമാധാനത്തിന്റെ കാരണമായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഏകത്വത്തിന് ഭംഗം വരുത്തുന്ന, കോട്ടം വരുത്തുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ഇടപെടൽ പോലും വിശുദ്ധ ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബഹുദൈവാരാധന എന്ന ഒരു സങ്കല്പം ഇസ്ലാമിനില്ല. ഉടമയായ റബ്ബിന്റെ മുമ്പിൽ നാം നൽകേണ്ടതും കൊടുക്കേണ്ടതും അർപ്പിക്കേണ്ടതും അവന് മാത്രം അവകാശപ്പെട്ടതുമായ കാര്യങ്ങളെ അവന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് തിരിക്കുക, അതിന്റെ മുമ്പിൽ സമർപ്പിക്കുക, കാഴ്ചവെക്കുക എന്നത് ഇസ്ലാം പരിചയപ്പെടുത്തിയ, പഠിപ്പിച്ച കാര്യം തന്നെയല്ല. എന്തുകൊണ്ട്? അടിമകളായ നമ്മുടെ ജീവിതം തുടർച്ചയായി ശാശ്വതമായി ഉണ്ടാവുക ഈ ലോകത്തല്ല, അല്ലാഹു കണക്കാക്കിയ പാരത്രിക ലോകത്താണ്. ആ ലോകത്തിന്റെ അവസ്ഥയെപ്പറ്റി വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക എന്നതിലുപരി മനസ്സിന്റെ അടിത്തട്ടിൽ ഉറപ്പിച്ചവരാണ്, ദൃഢമാക്കി വെച്ചവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് സൗഭാഗ്യം കിട്ടേണ്ടത്, സമാധാനം കിട്ടേണ്ടത്, നിർഭയത്വം ലഭിക്കേണ്ടത്, സ്വസ്ഥതയും ശാന്തിയും കിട്ടേണ്ടത് സഹോദരങ്ങളെ പരലോക ജീവിതത്തിലാണ്. നമ്മുടെ ശരീരത്തേക്കാൾ മനസ്സിന്റെ ശുദ്ധിയാണ് പ്രധാനം. ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെക്കാൾ, വേദനകളെക്കാൾ ഗൗരവമാണ് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളും വേദനകളും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യത്തിലൂടെ ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹാജത്തുൽ അബ്ദി ഇല റിസാല, ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശത്തിലേക്ക് ഒരടിമ ആവശ്യക്കാരനാവുക എന്നത് അഅ്ളമു ബികസീരി മിൻ ഹാജത്തിൽ മരീദ് ഇല തിബ്ബ് എന്നാണ്. രോഗം ബാധിച്ച ഒരു രോഗി ചികിത്സയിലേക്ക് എത്ര കണ്ട് ആവശ്യക്കാരനാണോ അതിനേക്കാൾ പ്രധാനം, അതിനേക്കാൾ മുഖ്യം ഏതാണ്? ഇസ്ലാമിന്റെ റിസാലത്തിനെ മനസ്സുകൊണ്ട് ഏറ്റെടുക്കാൻ സാധിക്കുക എന്നതാണ്. ശേഷം അദ്ദേഹം പറഞ്ഞു, ഫഇന്ന ആഖിറ മാ യുഖദ്ദിറു ബിഅദമി തബീബ് മൗത്തുൽ അബ്ദാൻ. നമ്മൾ വിചാരിച്ച കരുതിയ ഡോക്ടറെ സമയത്തിന് കിട്ടിയില്ല എങ്കിൽ എന്തേ സംഭവിക്കുള്ളൂ? ആരോഗ്യം നിർജീവമായി അയാൾ മരിക്കുക എന്നത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അയാൾ മരിച്ചു, ആ രോഗി അയാളുടെ അവധിയെത്തി അള്ളാഹുവിലേക്ക് മടങ്ങി എന്നത് മാത്രമാണ് സംഭവിക്കുന്നത്. വഅമ്മാ ഇദാ ലം യഹ്സുൽ ലിൽ അബ്ദി നൂറുർ റിസാല വഹയാതിഹാ, ഇസ്ലാമിന്റെ സന്ദേശവും അതനുസരിച്ചുള്ള ജീവിതവും ഒരടിമക്ക് ലഭിച്ചില്ല എങ്കിൽ മാത ഖൽബുഹു മൗതൻ, എന്നേക്കുമായി അവന്റെ മനസ്സ് മരിക്കുകയാണ്, അവന്റെ മനസ്സ് നിർജീവമാവുകയാണ്. ലാ തുർജൽ ഹയാത്തു മഅഹു അബദാ, നിർജീവമായ, വെളിച്ചം കാണാത്ത, നീരില്ലാത്ത ഒരു മനസ്സുകൊണ്ട് ശാശ്വതമായ ജീവിതം സാധ്യമല്ല. അല്ലെങ്കിലോ ഔ ശഖിയ ശഖാവതൻ ലാ സആദത മഅഹാ അബദാ, ഒരിക്കലും നേടാൻ പറ്റാത്ത വിധം
ദൗർഭാഗ്യത്തിലേക്ക് അയാൾ വീഴും എന്നാണ്. നോക്കൂ നിങ്ങൾ, മനസ്സിന് കിട്ടേണ്ട മരുന്ന് ഏതാണ്? മനസ്സിന് നാം കൊടുക്കേണ്ട ഭക്ഷണം ഏതാണ്? മനസ്സിന് കൊടുക്കേണ്ട വെള്ളം ഏതാണ്? സഹോദരങ്ങളെ, അത് ഇസ്ലാമിന്റെ വെളിച്ചമായിട്ടുള്ള ആ റിസാലത്തിനെയാണ്, സന്ദേശത്തിനെയാണ്. അതാണല്ലോ അള്ളാഹുവിനെ അത്ഭുതകരമായ വിധത്തിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. എന്താ സഹോദരങ്ങളെ അതിന്റെ അർത്ഥം? എല്ലാ നിലക്കും അല്ലാഹുവിന്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്, ഒരു പദമാണ് നൂറ് എന്നത്. 3 അക്ഷരങ്ങളുള്ളൂ. പ്രകാശം മലയാളത്തിലും 3 അറബിയിലും 3. വെളിച്ചം, പ്രകാശം. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു ഈ ഭൂമി ലോകത്ത് നടപ്പിലാക്കിയിട്ടുള്ള, വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം റബ്ബിന്റെ ഏകത്വത്തെ, അവന്റെ മാത്രമായിട്ടുള്ള കഴിവിനെ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രക്ഷയ്ക്കും സമാധാനത്തിനും സ്വസ്ഥതക്കും വേണ്ടി അള്ളാഹു വെച്ചിട്ടുള്ള ചെറുതും വലുതുമായ നിയമങ്ങൾ, അഥവാ ശരീഅത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നിയമസംഹിത എന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തെ നമ്മെ അറിയിക്കുകയാണ്. ഒരു കാര്യം അള്ളാഹു നിഷിദ്ധമെന്ന് പറഞ്ഞാൽ നമുക്കതിൽ ഗുണം മാത്രമാണ്. ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊരു നേട്ടമാണ്. വേറൊരു പ്രശ്നം അതിലില്ല. ഇതിനെ സൂചിപ്പിക്കുന്ന അത്ഭുതകരമായ ആശയമാണ് നൂറ് എന്ന വാക്കിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഈ അടിത്തറക്ക് വിള്ളലേൽക്കാതിരിക്കാൻ, ഈ മഹിതമായ സന്ദേശം നമ്മുടെ മനസ്സിൽ നിന്ന് തകർക്കപ്പെടാതിരിക്കാൻ വളരെ കണിശതയോടെ, നിർബന്ധ ബുദ്ധിയോടെ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നമുക്കെല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അറിയാം. അതറിയാത്തവരാരാ ഇവിടെയുള്ളത്? അതിനെപ്പറ്റി കേൾക്കാത്തവർ ആരാ ലോകത്തുള്ളത്? ഏതെങ്കിലും രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, യഥാർത്ഥ ആരാധ്യൻ അല്ലാഹു മാത്രമാണ് എന്നത് കേൾക്കപ്പെട്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. സഹോദരങ്ങളെ, ഈ കലിമത്തിനെ ഏത് രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത്? ഒരു വാക്കായി, ഒരു വർത്തമാനമായി, ചൊല്ലിപ്പറയാനുള്ള ഒരു വാചകമായി മാത്രമാണോ നമ്മൾ കാണുന്നത്? അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് യാതൊരു ഫലവും കിട്ടാനില്ല. മറിച്ച് നമ്മുടെ മനസ്സിന്റെ അകത്ത് നിന്ന്, മനസ്സിന്റെ ഉള്ളിൽ നാം ഉറപ്പിച്ചു വെച്ച, സത്യപ്പെടുത്തിയ, വളരെ ഫലമുള്ള, ശക്തിയുള്ള ഒന്നായി നാം കൊണ്ടു നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ആ കലിമത്ത് നാവിലൂടെ പുറത്തു വരുന്നത്? സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങളിൽ അത് തെളിയും. ഒരിക്കലും തന്നെ ആ കലിമത്തിന് വിരുദ്ധമായ, അതിന് വിപരീതമായ ഒരു പ്രവൃത്തിയിലേക്കും യഥാർത്ഥ മനസ്സ് പോവുകയില്ല. അതാണ് ലാ ഇലാഹ, ആരാധ്യനില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരു കാര്യം ഇല്ല എന്ന് അല്ലാഹു പറയുന്നു, എന്നാൽ ഒരു കാര്യം ഉണ്ട് എന്ന് അല്ലാഹു സ്ഥിരപ്പെടുത്തുന്നു. എന്താ ഇല്ല എന്നത്? ആരാധനയാകുന്ന, അല്ലെങ്കിൽ ആരാധ്യനാകുന്ന ഒരേ ഒരു ശക്തി അല്ലാഹ് മാത്രം. അതിനെയാണ് അല്ലാഹു സ്ഥിരപ്പെടുത്തിയത്. ഇനി എന്ത് പേരിൽ, ഏത് രൂപത്തിൽ, ഏത് നിലക്ക് ഒരു കല്ലിനെ സ്വീകരിച്ചാൽ, ഒരു മരത്തെ സ്വീകരിച്ചാൽ, മരിച്ച ഒരു മനുഷ്യനെ സ്വീകരിച്ചാൽ, ഒരു ചരട്, ഒരു നൂല്, ഒരു വള, ഒരു മാല, ഒരു കല്ല്, എന്താകട്ടെ, എന്തിനെ സ്വീകരിച്ചാലും സഹോദരങ്ങളെ, അതൊക്കെ അള്ളാഹു വിരോധിച്ചതിന്റെ ഉള്ളിലാണ് വരിക. അള്ളാഹ് വിലക്കിയതിന്റെ ഉള്ളിലാണ്. അല്ലാ എന്ന വിളി, റബ്ബേ എന്ന വിളി, റഹ്മാനെ എന്ന വിളി, മാലിക്കേ എന്ന വിളി, അല്ലാ എന്ന ചിന്ത, അതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതാണല്ലോ വിശുദ്ധ ഖുർആൻ നമ്മളെ കൽപ്പിക്കുന്നത്. വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. നോക്കൂ നിങ്ങൾ, ആരാധന അല്ലാഹ്ക്ക് എന്നതിനെ ഇവിടെ സ്ഥിരപ്പെടുത്തുകയാണ്. വലാ തുശ്രികൂ ബിഹി ശൈആ, ഒന്നിനെയും നിങ്ങൾ അവനിൽ പങ്കു ചേർക്കാൻ പാടില്ല. അല്ലാഹ് വിലക്കി. ഒന്നിനെ സ്ഥിരപ്പെടുത്തി, മറ്റൊന്നിനെ അല്ലാഹു വിലക്കി.
ഇത് ഖുർആന്റെ ഗണ്യമായ കൽപ്പനയാണ്. സംശയം ബാക്കി വെച്ചിട്ടില്ല. വീണ്ടും ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഫമൻ യക്ഫുറു ബിത്വാഗൂത്ത് വയുഅ്മിൻ ബില്ലാഹ്. ദുർമൂർത്തികൾ, അല്ലാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന ചെറുതും വലുതുമായിട്ടുള്ള, കാണുന്നതും കാണാത്തതുമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിഷേധമാണ്. അതൊന്നും പാടില്ല. വയുഅ്മിൻ ബില്ലാഹ്, കറകളഞ്ഞ മനസ്സോടെ, നിഷ്കളങ്ക മനസ്സോടെ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ് സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മിൽ ഉറച്ചു പോയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാന കാര്യം. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറഞ്ഞു, അവിടെ നിർത്തിയില്ല, പറഞ്ഞാ മതി എന്നല്ല അവിടുന്ന് ഉപദേശിക്കുന്നത്. വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, വിളിക്കപ്പെടുന്ന എന്തെല്ലാം സാധനങ്ങൾ, എന്തെല്ലാം വസ്തുക്കൾ നീ ഇവിടെയുണ്ടോ അതിനെയെല്ലാം നമുക്ക് പാടില്ല, അതൊന്നും പാടില്ല. ഈ നിലപാടിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ വിശ്വാസം കറ കളഞ്ഞതായി നല്ലതായി മാറുകയുള്ളൂ. അല്ലാതെ നമ്മൾ കണക്ക് കൂട്ടിയ, നമ്മൾ വിചാരിച്ച ആ നിലക്കല്ല കാര്യങ്ങൾ. കുറെ ആളുകൾ അങ്ങനെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെന്താ പ്രശ്നം? പിന്നെന്തു ആകാലോ, എങ്ങനെയാകാലോ, ഏത് രൂപത്തിലും ചിന്തിക്കാലോ, എനിക്ക് റബ്ബ്, സ്രഷ്ടാവ് അല്ലാഹ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതല്ല, സൃഷ്ടാവും രക്ഷിതാവും സംരക്ഷകനും അല്ലാഹ് മാത്രമെന്ന് മനസ്സിലാക്കലല്ല. ലാ ഇലാഹ, ആരാധ്യൻ അല്ലാഹ് മാത്രം. ഇതിന്റെ എല്ലാ ലക്ഷ്യം എന്താ? ഈ സൃഷ്ടികളെ മുഴുവനും അല്ലാഹ് പടച്ചതിന്റെ ലക്ഷ്യം എന്താ? എന്നെ മാത്രം ആരാധിക്കണം, അതാ ലക്ഷ്യം. ആ ലക്ഷ്യം മറന്നിട്ട് ബാക്കി പലതും ഉറപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ലക്ഷ്യത്തെ ഊട്ടി ഉറപ്പിക്കലാണ് പ്രധാനം. രണ്ടാമത്തത്, ഈ കെലിമത്തിനെ പറ്റി നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം. എങ്ങനെ അത് പഠിക്കുക, എങ്ങനെ അത് അറിയുക? അന്വേഷണങ്ങളിലൂടെ, വായനയിലൂടെ, കേൾവിയിലൂടെ, അത് ശരിയായ സ്രോതസ്സിലൂടെ നമ്മൾ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം ആദ്യം കേൾപ്പിച്ചത് ആരെയാണ്? മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികളാണല്ലോ. അവരാ ഇത് ആദ്യം കേട്ടത്. അവർ കേട്ട ഉടനെ പറഞ്ഞു, അജാലൽ ആലിഹത്ത ഇലാഹ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. മുഹമ്മദേ, എന്താ നീ പറയുന്നത്? ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളെ മുഴുവനും ഒഴിവാക്കിയിട്ട് ഒന്നിലേക്ക് മാത്രം ഞങ്ങൾ കേന്ദ്രീകരിക്കപ്പെടണം, ഞങ്ങൾ ശ്രദ്ധിക്കപ്പെടണം എന്നാണോ നീ പറയുന്നത്? ഇതൊരു അത്ഭുത കാര്യം കേട്ടോ. ഇതുവരെ ഞങ്ങൾക്ക് കേട്ട് പരിചയമല്ല. ഉജാബ്, അത്ഭുതകരമായ കാര്യമാണ്. അവർക്കിടയിലുണ്ടായിരുന്ന പ്രമുഖരായ പ്രമാണ്യമാരായ ഖുറൈശികൾ പറഞ്ഞു, ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്, ഇത് മുഹമ്മദ് എന്തോ ലക്ഷ്യം വെച്ച് പറയുകയാണ്. നിങ്ങളൊക്കെ മുഹമ്മദിന്റെ കൂട്ടാളികളായി, അനുചരന്മാരായി മാറണം, മുഹമ്മദിന് നിങ്ങൾക്ക് മേൽ അധികാരം കിട്ടണം, ആ ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങളാണ്, നിങ്ങളത് ശ്രദ്ധിക്കണ്ട, നിങ്ങളത് കേൾക്കണ്ട എന്ന് അന്നത്തെ ചില ആളുകൾ അവിടെ കയറി പറഞ്ഞു. അപ്പൊ സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഇത് ഇൽമ്, ഇതിനെപ്പറ്റിയുള്ള അറിവില്ല. ഏക ഇലാഹ ആരാണ്? ആളുകൾ ഉണ്ടാക്കിയ ആരാധ്യന്മാർ ആരാണ്? അവരുടെ ദുർബലത എന്താണ്? കഴിവുകൾ എന്താണ്? ഖുർആൻ പറഞ്ഞല്ലോ, ഒരു ഈച്ച വല്ലതും തട്ടിക്കൊണ്ടുപോയാൽ അതുപോലും തിരിച്ചു പിടിക്കാൻ കഴിവില്ലാത്തവരാണ്. ആരായാലും, ഏത് പേരിലായാലും അവരവസ്ഥയപ്പത്. ഒരു കൊതുക് വന്ന് കടിച്ചാൽ ഒരടിക്ക് അടിക്കണ്ട, ആ കൊതുകിനെ നോക്കി അവർക്ക് തീർക്കാൻ പോലും കഴിയില്ല. കൊതുക് വേണ്ടതെല്ലാം കുടിച്ചു പോകും. പിന്നെ ഇവരെന്ത് ശക്തി അവർക്കുള്ളത്? എന്ത് കഴിവ് അവർക്കുള്ളത്? ഖുർആൻ പറഞ്ഞ ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട, എത്ര നേർത്തതാണ് ആ പാട, അതുപോലും ഉടമപ്പെടുത്താൻ അവർക്ക് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് പിന്നിലുള്ള, അവർക്കപ്പുറമുള്ള കാര്യങ്ങൾ അത്തരം ആളുകൾ അറിയുക? അതാണ് അറിവില്ലായ്മയാണ് ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്നത്. രണ്ടാമതായി നമുക്കുള്ള ബാധ്യത അതാണ്, അറിയണം.
ഖുർആനിക ആയത്തുകൾ ഓതി പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കണം. ദുന്യാവിലെ വാർത്ത കേൾക്കുന്ന പോലെ, ദുന്യാവിലെ വാർത്ത വായിക്കുന്ന പോലെയല്ല. അത് ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു, നാളത്തെ വാർത്ത വേറെയാണ്. ഇസ്ലാമിന്റെ വാർത്ത അങ്ങനെയല്ല. ലോകം അവസാനിക്കുന്നതുവരെ ഒരു നിയമത്തിന്, ഒരു പുള്ളിക്ക്, ഒരു വള്ളിക്ക്, ഒരു പദത്തിന് മാറ്റമില്ലാത്ത ഉജ്ജ്വലമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് വായിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പത്രവാർത്ത പോലെ, ചാനൽ ന്യൂസ് പോലെയല്ല. അതൊക്കെ തീർന്നു. മൂന്നാമത്തേതോ സഹോദരങ്ങളെ, അടിയുറച്ച വിശ്വാസം വേണം. നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ നിലപാട് വേണം. ആ നിലപാടിൽ നിന്ന് നമ്മെ ആട്ടിയിളക്കാൻ, നമ്മെ ഉന്തി തള്ളിയിടാൻ, പലതിലേക്കും നമ്മെ വലിച്ചു പിടിച്ചു കൊണ്ടുപോകാൻ ഒരാൾക്കും കഴിയാത്ത ഒരു നിലപാട് ഇസ്ലാമിന്റെ അജയ്യമായ വിശ്വാസത്തിൽ നമുക്കുണ്ടാകണം. അതിൽ യാതൊരു കണിശത കുറവും പാടില്ല. അത് നമ്മുടെ വല്ലാത്തൊരു അന്തസ്സാണ്, അതൊരു അഭിമാനമാണ്. നോക്കൂ നിങ്ങൾ, അതില്ലാത്തത് കൊണ്ടാണ് അന്നത്തെ അവിശ്വാസികൾ പരാജയത്തിലേക്ക് പോയത്. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറഞ്ഞാൽ യസ്തക്ബിറൂൻ, അവർക്കൊരു ജാട, ഒരു പൊങ്ങച്ചം, ഒരു ഗർവ് കാണിച്ചിട്ട് അഹങ്കാരികളായി അവരിങ്ങനെ നടക്കും. വയഖൂലൂന, അവർ പറയും, ഞങ്ങളൊക്കെ അഇന്നാ ലതാരികു ആലിഹത്തിന, ഞങ്ങൾ ആരാധന്മാരെയൊക്കെ ഞങ്ങൾ ഒഴിവാക്കുകയെ, ഈ ഭ്രാന്ത് പിടിച്ച കവിയായിട്ടുള്ള മുഹമ്മദിന്റെ വാക്ക് കേട്ടിട്ട് ഞങ്ങളെ ലാത്തനെയും ഉസ്സനെയും മനാത്തനെയൊക്കെ ഒഴിവാക്കുകയെ എന്നവർ അന്ന് പറഞ്ഞു. ഇന്നാളുകൾ എന്താ പറയാ, എങ്ങനെ ഇപ്പൊ തങ്ങൾ ഊതിയ വെള്ളം കുടിക്കാതിരിക്കുക, എങ്ങനെ ഇപ്പൊ തങ്ങൾ കെട്ടിയ ചരട് നമ്മൾ പൊട്ടിച്ചു കളയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ നിലക്കുള്ള കാര്യങ്ങൾ പൊട്ടിച്ച് നമ്മളെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്കും അങ്ങനെ ഊതിങ്ങാണ്ട് കൊടുക്കാൻ വേണ്ടി ഒരു ഭാഗത്തിരുന്നിട്ടില്ല. ഏലസോ ചരടോ ഒന്നും അവിടുന്ന് കെട്ടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയുടെ ഖബറും കെട്ടി കാണിച്ചു കൊടുത്തിട്ടില്ല, എടുപ്പുണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ടില്ല. ഇതൊക്കെ പിൽക്കാലത്ത് സമൂഹത്തിൽ കടന്നു വന്നു. അപ്പൊ ആളുകൾ അതൊക്കെ വലിയ കാര്യമാണ് എന്ന് കരുതി അതിന്റെ പിന്നാലെ ഓടി. സഹോദരങ്ങളെ, അവിടെ നമുക്കൊരു നിലപാട് ഉറപ്പിക്കാൻ സാധിക്കണമെങ്കിൽ എന്തു വേണം? അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചവും ഗർവും നമ്മെ നയിക്കുന്നതാകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങൾ ആരാധ്യൻ ഏക ആരാധ്യനാണ്. ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഖുലൂബുഹും മുൻകിറ വഹും മുസ്തക്ബിറൂൻ, അവരെ മനസ്സ് ആകെ വെറുത്ത് കടുത്തു പോയിട്ടുണ്ട്. വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരം പ്രകടിപ്പിക്കുകയാണ്. അഹങ്കാരത്തിന്റെ ബലം കൊണ്ട് അവരിങ്ങനെ ഞെളിഞ്ഞു നടക്കുകയാണ്. ഇത് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ ഗണത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നല്ല കൃത്യമായ നിലപാട് നമുക്ക് വേണം. ഇന്ന് നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകി, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള പ്രാർത്ഥനയെ തൊട്ട് ആരാധനയെ തൊട്ട് കിബർ കാണിക്കുന്ന ആളുകൾ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദരായിക്കൊണ്ട് നരകത്തിൽ പോകും. ഇത് ഖുർആൻ ഒരു മറയില്ലാതെ പറഞ്ഞതാണ്, അങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞതല്ല, നേരിട്ട് പറഞ്ഞതാണ്. അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് അള്ളാഹു അല്ലാത്ത ആർക്ക് കൊടുത്താലും അയാളെ കഴിവും തടിയും മിടുക്കും കോലവും ചേലും തറവാടും മഹിമയും സ്ഥാനവും ഒന്നും നോക്കി അല്ല പരിഗണിക്കൂല. എനിക്കുള്ള അവകാശത്തെ സമയബന്ധിതമായി തരാത്ത നിനക്ക് കത്തിജ്വലിക്കുന്ന നരകമാണ്. ഫഖർ വല്ല വലാലം ബഈദാ, വഴിദൂരം പഴിച്ചു പോകും. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗത്തെ അള്ളാഹു നിഷിദ്ധമാക്കും. ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ പോലും അള്ളാഹ് പൊളിച്ചു കളയും. പിന്നെന്തിനാ നല്ലത്? അപ്പൊ സഹോദരങ്ങളെ, നിലപാടിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. നാലാമത്തത്, നമുക്ക് ബറാഅത്ത് വേണം, വിട്ടു നിൽക്കാൻ കഴിയണം. ശിർക്കിന്റെ മണമുള്ള, അതിന്റെ വാസനയുള്ള, അതിന്റെ അടയാളമുള്ള ഒരു കാര്യത്തിന്റെ അരികിലേക്കും അതിന്റെ ഓരത്തേക്ക് അതിന്റെ അടുത്തേക്ക് എന്റെ ശരീരം കൊണ്ട്, എന്റെ സമയം കൊണ്ട്, എന്റെ സൗകര്യങ്ങൾ കൊണ്ട് ഞാൻ പോവുകയില്ല. ബറാഅത്ത് കൽപ്പിക്കണം. പല ആഘോഷങ്ങളും സമൂഹത്തിലുണ്ടാകും, അതിനൊക്കെ ആളുകളുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. എല്ലാറ്റിലും കയറി ഇടപെട്ട് അതിലൊക്കെ ഞാൻ തന്നെയാണ് കേമൻ എന്നറിയിക്കൽ അത് വിശ്വാസിയുടെ അടയാളമല്ല.
നാട്ടിൽ നടക്കുന്ന ഉറൂസിലും ആണ്ടിലും അതേപോലെ തന്നെ നേർച്ച എന്ന പേരിലുള്ള കാര്യങ്ങളിലും ഒക്കെ പോയി അതൊക്കെ കണ്ട് അവിടെ സാധനങ്ങൾ വില കുറഞ്ഞു കിട്ടും, കുട്ടികളെ കൂട്ടി പോകാ, ആക്കത്തിന് വാങ്ങിപ്പോരാ, വേണ്ട, കുറച്ചധികം പണം ചെലവഴിച്ച് ദൂരസ്ഥലത്ത് പോയി വാങ്ങിയാലും സഹോദരങ്ങളെ ദുന്യാവിൽ നിന്നുകൊണ്ട് നരകത്തെ വില കൊടുത്ത് വാങ്ങുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതാ പ്രശ്നം. ആ ഒരൊറ്റ പേടി മതി. അവിടെ എന്തോ ആടിത്തിമർത്തോട്ടെ, എന്തോ പ്രകാശിച്ചോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവിടെ നമ്മൾ പോകരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഖൗമിനെ നോക്കി പറഞ്ഞല്ലോ, ഞാനിതാ നിങ്ങളെ തൊട്ട് വിട്ടു നിൽക്കുന്നവനാണ്. സ്വന്തം സമൂഹത്തോടാ പറഞ്ഞത്, സ്വന്തം ബാപ്പാനോടാ പറഞ്ഞത്, ബാപ്പ ഈ പണിക്ക് എന്നെ കിട്ടൂല. ആര്? മകനാണ്. ഈ പണിക്ക് എന്നെ കിട്ടൂല. നമ്മുടെ വീടിന്റെ ഉള്ളിൽ അതുണ്ടെങ്കിൽ അന്നത്തെ ഒരു ഭക്ഷണം മാറ്റി വെക്കോടുന്നു. അന്ന് അങ്ങനത്തെ ഒരു ഭക്ഷണം അവിടെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അത്ര തന്നെ. എന്തേ? ഇത് കഴിച്ച ഇവിടെ വിശപ്പൊക്കെ മാറും, പക്ഷേ നരകത്തിന്റെ ചൂട് ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. ആ പേടി സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. അഞ്ചാമത്തത് ഇൻഖിയാദ്, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക. മരിച്ച് മണ്ണടിഞ്ഞ ആളുകളെ വിളിച്ചിട്ട് ഞങ്ങളെ കാക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങൾക്ക് കാവലാകണേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിളി നരകത്തിലേക്കും ഇവിടെ നമുക്ക് ബാക്കിയെല്ലാം പാഴാവുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് എന്താ? അള്ളാഹ്ക്ക് നിങ്ങൾ കീഴ്പ്പെടുക എന്നല്ലേ. യാ അയ്യുഹല്ലദീന ആമനു ആമിനൂ ബില്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കും. ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്കൊന്ന് പൂർണ്ണമായി കടക്കി, അതിന്റെ വക്കത്ത് പോയി നിൽക്കണ്ട, ഒന്ന് ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന വന്ന ഉടനെ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ റബ്ബിന് വേണ്ടി കീഴ്പ്പെട്ടു എന്നാണ്. സഹോദരങ്ങളെ, അത് പറഞ്ഞിട്ട് അവർക്ക് ദുന്യാവിൽ എന്താ കുറവുണ്ടായത്? എന്താ ഉണ്ടായത്? ഇനി നോക്കൂ നിങ്ങൾ, അത് പറയാതെ സ്വീകരിക്കാതെ ഞെളിഞ്ഞ് നെകളിച്ച് നടന്ന ആളുകൾക്ക് ദുന്യാവിൽ എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. അവരും മരിച്ചുപോയി. ഇത് പറഞ്ഞവരും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിപ്പോയി. ശേഷമുള്ള ജീവിതമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ആ പേടിയോടെ വളരെ സുപ്രധാനമായ 5 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു കാര്യത്തെ നിഷേധിക്കുന്നു, ഒരു കാര്യത്തെ ഉറപ്പിക്കുന്നു, അത് മനസ്സിലാക്കാൻ സാധിക്കണം. രണ്ടാമത്തേത്, ആ വിഷയത്തിൽ അറിവ് നമുക്ക് വേണം. മൂന്നാമത്തേത്, എല്ലാ നിലക്കും ശിർക്കിന്റെ കാര്യങ്ങൾ തൊട്ട് വിട്ടു നിൽക്കണം. നാലാമത്തേത്, നമുക്ക് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അഞ്ചാമത്തേത്, നമ്മുടെ നിലപാട് ഭദ്രമായിരിക്കണം. ഈ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ അള്ളാഹു ഒരുക്കിയ സ്വർഗത്തിലേക്കുള്ള വലിയ ഒരു സമ്പാദ്യമാണ്, ഒരു നേട്ടമാണ് അതെന്ന് വിശുദ്ധ ഇസ്ലാം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നമ്മുടെ മേൽ വളരെ ബാധ്യതയായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയാം വിധം ജനങ്ങളെ പഠിപ്പിക്കുക, അതിനെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുക എന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആത്മീയമായും സാമൂഹികമായും ഉണ്ടാകുന്ന എല്ലാ അധർമ്മങ്ങളെയും തുടച്ചു നീക്കാനുള്ള മരുന്ന് കൃത്യമായി നൽകി എന്നതാണ്. ഇപ്പൊ സാമൂഹിക രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ സമയബന്ധിതമായി പലരും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, ഭൗതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഏതിലൂടെ പോയാലും അവസാനം ആളുകൾ അന്വേഷിക്കുന്നത് മതപരമായി എന്താണ് പരിഹാരം, ഇത് മാറിക്കിട്ടാൻ എനിക്ക് മതപരമായി എന്താണ് പരിഹാരം, അവിടേക്കാണ് എല്ലാവരും എത്തുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ്? അത് അള്ളാഹുവിന്റെ ഒരു സംവിധാനമാണ്. അതിൽ ചതിയോ കാപട്യമോ വഞ്ചനയോ ഒന്നും ഉണ്ടാവൂല. എന്ന പോലെ ആത്മീയമായി സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്, ഒട്ടേറെ ജീർണതകൾ സമൂഹത്തിലുണ്ട്, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ സമൂഹത്തിലുണ്ട്. അതൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കണമെങ്കിൽ കൃത്യമായി ഇടപെടൽ എല്ലാ നിലക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന
പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം. ഇൻഷാ അല്ലാഹ് വലിയൊരു കാര്യം ഇന്ന് വൈകുന്നേരം അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വലിയൊരു ഉത്തരവാദിത്വം ഇന്ന് നിർവഹിക്കപ്പെടുകയാണ്. നമ്മുടെ സമീപ പ്രദേശമായ മങ്കടയിൽ വെച്ച്, അവിടെ IMS ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് അസർ നമസ്കാരം മുതൽ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തിലുള്ള ആദർശ മുഖാമുഖം നടക്കാനിരിക്കുകയാണ്. തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ടാണ് വിഷയം. അവരറിയാത്തവരുണ്ടാവില്ല, പക്ഷെ അവരെ കുഴപ്പം എന്താ ആർക്കും അറിയില്ല. എന്താ അവർക്ക് കുഴപ്പം? നല്ല നിലക്ക് ആളുകൾ ഇടപെടുന്നുണ്ടല്ലോ, അവർ മോശക്കാരൊന്നും അല്ലല്ലോ, പ്രശ്നക്കാരൊന്നുമില്ലല്ലോ. പക്ഷേ നമുക്കറിയാത്ത ശിർക്കടക്കമുള്ള ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന ഒരവസ്ഥയാണ് അവിടെയുള്ളത്. അതിൽപ്പെട്ട ആളുകൾക്കും അറിയില്ല. അപ്പൊ അവരെ ബോധ്യപ്പെടുത്തലും സമൂഹത്തെ ബോധ്യപ്പെടുത്തലും നമ്മുടെ ബാധ്യതയാണ്. പ്രഗത്ഭരായ നമ്മുടെ പണ്ഡിതന്മാർ വളരെ ഗാംഭീര്യമുള്ള വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കും. പെട്ടെന്ന് കയറി വന്ന് എന്തെങ്കിലും വിളിച്ചു പറയല്ല. ഒരു മാസത്തിലേറെയായി ആ വിഭാഗത്തെ പറ്റിയുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ പല സ്ഥലത്ത് ഇരുന്നും വായിച്ചുമൊക്കെ നമ്മുടെ ഉസ്താദന്മാർ നടത്തിയതിന്റെ വലിയ ഒരു ഫലമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പുറത്തു വരാൻ പോകുന്നത്. കുടുംബസമേതം സമയത്തിനകം തന്നെ നമ്മൾ അവിടെ എത്തിപ്പെടണം. നമുക്കറിയുന്ന ആളുകളിലേക്ക് ആ മെസ്സേജ് കൊടുക്കണം. എന്ത് തിരക്കുണ്ടെങ്കിലും പരമാവധി ഒന്ന് മാറ്റിവെച്ചിട്ട് നമ്മളെല്ലാവരും നേരത്തെ അവിടെ എത്തിയാൽ നേരത്തെ തുടങ്ങാനും കുറെ കാര്യങ്ങൾ കേൾക്കാനും നമുക്ക് സാധിക്കും. ഒരു വലിയ നന്മ ആയതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ അത് അറിയിക്കുന്നത്. ആ നന്മകളിൽ പങ്കാളികളായി അതിന്റെ കൂലി വാങ്ങാൻ നമ്മുടെ സഹായം കൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടി അവർക്ക് ലഭിക്കുന്ന കൂലിയിൽ നമുക്ക് പങ്കാളികളാകാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, മക്കൾ, പ്രബോധകർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما آمين آمين برحمتك يا أرحم الراحمين.